ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പല ദിക്കുകളിലായിക്കൊണ്ട് പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഭക്തന്മാര് നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുന്നു. പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് കണ്ണന്റെ നാമങ്ങൾ ചൊല്ലുക, ക്ഷേത്രങ്ങളിൽ ചെന്ന് ആ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്യുക, പ്രദക്ഷിണം ചെയ്യുക, വ്രതങ്ങള് നോൽക്കുക, തീർത്ഥാടനങ്ങള്, ക്ഷേത്രാടനങ്ങള്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആരാധനകൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതായിട്ടുള്ള ശക്തി സന്തോഷിക്കണേ എന്ന ഉദ്ദേശത്തോടുകൂടി ഭക്തന്മാര് നമസ്കരിക്കുമ്പോൾ അത് സൽക്കർമ്മമായിട്ട് മാറുന്നു. പോരാ, നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരതത്വത്തെ ജനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണര് എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആ പരബ്രഹ്മ സ്വരൂപത്തെ അറിയുവാനും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുമായിട്ട് തപസ്സായിക്കൊണ്ട് ഋഷീശ്വരന്മാര് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളാണ് യഥാർത്ഥത്തില് കലികാലത്ത് നമ്മളെയൊക്കെ ഒന്ന് ഒരുമിച്ച് ചേർത്തിരുത്തിക്കൊണ്ട് ആ ഈശ്വര വിചാരം ചെയ്യിക്കാൻ സാധിക്കുന്നു എങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ വീണ് നമുക്ക് നമസ്കരിക്കാം. വിദേശേഷു ധനം വിദ്യ വ്യസനേഷു ധനം മതി, പരലോകേ ധനം ധർമ്മ ശീലം സർവത്ര വൈ ധനം. വിദേശേഷു ധനം വിദ്യ എന്ന് പറഞ്ഞാലോ, അന്യദേശത്ത് ചെന്നു കഴിഞ്ഞാല് നമ്മളുടെ വിദ്യ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതായിട്ടുള്ള അറിവ് അതാണ് നമുക്കെന്നും ധനമായിട്ടുള്ളത്. എന്നാൽ വ്യസനേഷു ധനം മതി, നമുക്ക് ദുഃഖം വരുമ്പോ എന്താണ് നമ്മളുടെ ധനം എന്ന് പറയുന്നത്? മതിയാണ് അല്ലെ? മതി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി. അപ്പം ക്ലേശങ്ങൾ വരുന്ന സമയത്ത് ബുദ്ധിയാണ് നമുക്ക് ധനം. പിന്നെയോ പരലോകേ ധനം ധർമ്മ, പരലോകത്ത് നമുക്ക് നമ്മുടെ ധനം എന്നുള്ളത് ധർമ്മമാണ്. നമ്മൾ എന്തായിരുന്നു നമ്മൾ ആചരിച്ചിരുന്നത്, എങ്ങനെയായിരുന്നു നമ്മളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്, അത് ധാർമ്മികമാകുമ്പോൾ അത് പരലോകത്ത് നമുക്കതെന്നും ഐശ്വര്യമാണ്, ധനമാണ് എന്ന് പറയാണ്. പിന്നെയോ ശീലം സർവത്ര വൈധനം, എന്നാൽ സർവത്ര എല്ലായിടത്തും ഐശ്വര്യമാകുന്നത്, ധനമായിട്ട് ഇരിക്കുന്നത് എന്താണ്? നമ്മളുടെ ശീലമാണ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ശീലം അല്ലെ? നമ്മളുടെ നല്ല ശീലമാണെങ്കിൽ അത്, ചീത്ത ശീലമാണെങ്കിൽ അത്, ഇതാണ് എല്ലായിടത്തും സർവത്ര നമുക്ക് അത് സ്വഭാവ ഗുണം ആയിട്ട് മാറുന്നത് എന്ന് പറയാണ്. അപ്പം ധനം എന്നത് പല രൂപത്തില് അല്ലെങ്കിൽ പല വിധത്തിലാണ് ധനം എന്നുള്ളത്, ഐശ്വര്യം എന്നുള്ളത്. അപ്പം ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അന്യനാട്ടിൽ അത് അറിവിന്റെ രൂപത്തില് നമുക്ക് പ്രയോജനമായിട്ട് ഭവിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് സമ്പത്തായിക്കൊണ്ട് നമുക്കത് പ്രയോജനമാകുന്നു. മനക്ലേശം ഉണ്ടാകുന്ന സമയത്തോ ദുഃഖം വരുന്ന സമയത്ത് എന്താണ് ധനം? ബുദ്ധിയാണ് നമുക്ക് ധനമായിട്ട് മാറുന്നത്. നമ്മള് സൽപ്രവർത്തികള് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങള് ഒക്കെ ചെയ്ത് ആർജിച്ചതായിട്ടുള്ള ആ ധർമ്മം, അതാണ് പരലോകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ധനം. എന്നാൽ സ്വഭാവ ഗുണമായിക്കോട്ടെ, നല്ല ശീലമായിക്കോട്ടെ, അത് എല്ലായ്പ്പോഴും എന്നും അത് ഐശ്വര്യമായിട്ട്, ധനമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എവിടെയും എല്ലായിടത്തും ധനമായിട്ടുള്ളത് നമ്മളുടെ ശീലമാണ് എന്ന് അവിടെ കാണിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തില് നമുക്ക് നമ്മളുടെ ധനം എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ സാധിക്കും അല്ലെ? ഇന്നലെ നമ്മൾ ആസാമിന്റെ
ദുഃഖത്തെ കണ്ടതാണ് നമ്മൾ. ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഒരു വെള്ളത്തിലേക്ക് ലയിച്ചു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ അത്. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ധാർമ്മികമായിട്ട് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ അങ്ങോട്ട് പതിച്ചു കിടക്കും സുവർണ മുദ്രകളായിക്കൊണ്ട്, അല്ലെ? നമ്മളുടെ ആചാര്യന്മാരൊക്കെ എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ മൺമറഞ്ഞതായിട്ടുള്ള ആചാര്യന്മാര് ഇന്നും എന്താണ് ഭക്ത മനസ്സുകളിൽ, അല്ലെ, നിറഞ്ഞു നിൽക്കുന്നു. നമ്മളുടെ ഋഷീശ്വരന്മാര് എങ്ങനെ ഋഷീശ്വരന്മാർ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം അവർ ചെയ്തതായിട്ടുള്ള പ്രവർത്തികള്, അവരുടെ ആ നന്മകള്, ആ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഇന്നും നമ്മളെ ഒരു നേരമെങ്കിലും നമ്മളെ ശ്രീരാമകൃഷ്ണദേവനെയോ രമണ മഹർഷിയെയോ ചിന്മയാനന്ദ സ്വാമിയെയോ ഒന്ന്, അല്ലെ, ഓർക്കാത്ത ഒരു പ്രഭാഷണങ്ങൾ ഉണ്ടാവില്ല അവിടെ. ആലോചിച്ച് നോക്കൂ. നമ്മളെ പോലെ തന്നെ, അല്ലെ, പച്ച മാംസത്തോടു കൂടി തന്നെ ഈ ഭൂമിയിലേക്ക് വന്നവരാണ് അവരും. പക്ഷെ ഒരിക്കൽ അവരെന്ത് ചെയ്തു? അവരൊരിക്കൽ നിസ്വാർത്ഥമായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ അവിടെ. ഇത് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. എന്താ ചിന്തിക്കാനുള്ളൂ? നമ്മൾ എന്തിനാണ് ഭഗവാന്റെ അടുത്ത് പോയി എന്നും തൊഴുന്നത്, അല്ലെ? നമ്മളൊക്കെ എല്ലാ മാസവും ഗുരുവായൂർ പോയി തൊഴുക, അല്ലെ? അവിടെ പോയി നിർമാല്യം 41 ദിവസം നിർമാല്യം തൊഴുക, അല്ലെ? അടിപ്രദക്ഷിണം വെക്കുക. എന്തൊരു കഷ്ടപ്പാടാ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാല്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ്? ആപത്തൊന്നും വരരുതേ, അല്ലെ? നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ആർക്കും ആപത്തൊന്നും വരരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഭക്തന്മാർ അങ്ങനെയല്ല പ്രാർത്ഥിക്കാറ്. പിന്നെന്താണ്? ഭക്തന്മാർ ഭഗവാന് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. മള്ളിയൂർ അദ്ദേഹം ഒക്കെ പറയാറുണ്ട്, ഈ ശയനപ്രദക്ഷിണമൊന്നും ഒരിക്കലും ചെയ്യരുത് എന്നാ പറയാ. ഒരിക്കലും ചെയ്യരുത് എന്നാ പറയാ. കാരണം ഇത് ദേവനെ തപിപ്പിക്കുന്ന ഒരു വഴിപാടാണ് ശരിക്കും. അത്രയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ ചില ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ഗേയമായിട്ട് ഇവിടെ ചെന്ന്, എന്നാൽ വേണ്ട ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഭഗവാൻ സന്തോഷിക്കണേന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് ചുറ്റുമായിട്ടൊന്ന് ഉരുളാൻ സാധിക്കുമോ? അങ്ങനെയാണ് നമുക്ക് സമ്മതിക്കാം, അല്ലെ? അക്രൂരനൊക്കെ വൃന്ദാവനത്തിലേക്ക് ചെല്ലുമ്പോ, അല്ലെ, കണ്ണൻ കളിച്ചതായിട്ടുള്ള മണ്ണ്, ആ കണ്ണന്റെ പാദരേണുക്കളെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ആ മണ്ണുകൾ മുഴുവൻ, അല്ലെ, തന്റെ ശരീരത്തിലേക്ക് ആവണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഉരുണ്ടതുപോലെ നമുക്ക് ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്ന് അങ്ങനെ നമുക്ക് പ്രദക്ഷിണം വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥമായിട്ടുള്ള ആരാധനയാണെന്ന് വേണേൽ പറയാം. അല്ലാതെ, അല്ലെ, നിസാരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ പിടിക്കുന്ന ഒരു രീതി അതൊരിക്കലും അത് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് തിരിച്ചു ഫലമാകും അത്. അപ്പം യഥാർത്ഥത്തില് ഈ ഒരു ജ്ഞാനമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഏത് ജ്ഞാനം? ഈ പറഞ്ഞതായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളെയും നമ്മൾ എന്നും വിശകലനം ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ പറയാറില്ലേ, ഈ ഉദയാസ്തമന പൂജ, ഉത്സവ ബലി, ഇങ്ങനെയുള്ള വലിയ 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 വിശേഷമായിട്ടുള്ള ഓരോ വഴിപാടുകളൊക്കെ നമ്മളുടെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുള്ളൂ. അഹങ്കാരം കൊണ്ട് എന്തായി? എന്റെ വക നാളെ ഉത്സവ ബലി, എന്റെ വക നാളെ ഉദയാസ്തമന പൂജ, ഇങ്ങനെ പറഞ്ഞ് വിലപേശുന്നത് പോലെ നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നു, ഇല്ലേ? അല്ലെങ്കിൽ വേണ്ട, എല്ലാവരെക്കായാലും എനിക്ക് മുമ്പിൽ ചെന്ന് തൊഴാൻ വേണ്ടിയിട്ട് 1000 രൂപയുടെ നെയ്വിളക്ക്. ആലോചിച്ച് നോക്കൂ. അതിലുകൊണ്ട് എന്ത് സുഖാവുള്ളത്, ഇല്ലേ? എല്ലാവരും സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ക്യൂ നിന്ന് ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ നിൽക്കുമ്പോൾ നമ്മൾ വേഗം ഉടുത്തൊരുങ്ങി അങ്ങോട്ട് വന്ന് നെയ്വിളക്ക് വഴിപാടും എടുത്ത് 1000 രൂപയും കൊടുത്ത് അകത്തേക്ക് കയറുമ്പം എന്ത് സുഖാവുള്ളത് അതിലല്ല സുഖം ശരിക്ക്. അതിലൊരു സുഖവും ഇല്ല ശരിക്ക്. മറിച്ച് എങ്ങനെയാണ്? എല്ലാവരുടെയും കൂടെ ആ സമദർശനത്തോടു കൂടി അവരുടെ കൂടെ നിന്ന് ഭഗവാന്റെ അടുത്തേക്ക് ആ ദാസഭാവത്തിൽ വന്നങ്ങ് തൊഴുമ്പോൾ എന്തെന്നില്ലാത്തൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷം നമുക്കുണ്ടാവും. ഈ ഒരു രീതിയിൽ വേണം യഥാർത്ഥത്തില് ഭക്തന്റെ അടുത്ത്. ശരിക്കും പറയും, ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോവുക. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഗുരുവായൂരപ്പൻ നമ്മളെ കാണാൻ വേണ്ടി നമ്മൾ അവിടെ പോകുന്നത്. ഗുരുവായൂരപ്പനെ കാണിക്കാൻ വേണ്ടി, നമ്മളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോവുക. ഇവിടെ ഇരുന്നാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ സത്യം.
നമുക്ക് ഗുരുവായൂർ ചെന്നാലല്ല കാണാൻ പറ്റുക, പിന്നെയോ നമുക്ക് ഗുരുവായൂർക്ക് പോകണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഗുരുവായൂർ ചെന്ന് അങ്ങോട്ട് ഇപ്പൊ പുതിയ ഒരു രീതിയിൽ ഗുരുവായൂർ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടേക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? റിട്ടയർ കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂര്. അങ്ങനെയല്ല, അതല്ല ശരിക്കും ശരി. ഗുരുവായൂർ പോണെന്ന് വിചാരിക്കുമ്പോ നമ്മളുടെ ഗൃഹം ഗുരുവായൂരമ്പലമാകണം. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മളുടെ ഗൃഹം ഗുരുവായൂരമ്പലം ആകണം, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം ഗുരുവായൂരമ്പലം ആയി മാറണം. മറ്റേതാവില്ല. കാരണം എന്താണ്? നമ്മൾ പറയാറില്ലേ, ഈ തീർത്ഥീകുർവന്തി തീർത്ഥാനി. വിതുരൻ തീർത്ഥാടനത്തിന് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പോലെ പോവുകയാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പോലെ പോയിട്ടുള്ളവരൊക്കെ ധാരാളം മാലിന്യങ്ങൾ അവിടെ അല്ലെ നിക്ഷേപിച്ചിട്ട് പോരും. അതിന്റെ മാലിന്യങ്ങളെ ഇല്ലാണ്ടാക്കാനുണ്ട്, തീർത്ഥീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് വിതുരനൊക്കെ പോകുന്നതെന്ന് പറയും, സജ്ജനങ്ങൾ പോകുന്നതെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഗുരുവായൂര് പോണം എന്ന് മോഹിക്കുമ്പോ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കൂ. ഇപ്പം ഈ ഒരു മനോഭാവമാണ് നമ്മൾ ക്ഷേത്ര സന്ദർശനത്തിലൊക്കെ പോകുമ്പോൾ വേണ്ടത് എന്ന് പറയുകയാണ് ശരിക്കും. അപ്പം ക്ഷേത്ര സന്ദർശനം പോലും നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കരുത്. തീർത്ഥാടനം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കരുത്. പിന്നെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെ അതിലൂടെ നമ്മളുടെ ഉള്ളിലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ, എല്ലായിടത്തും നമുക്ക് ധനം എന്താണ്? നമ്മളുടെ സ്വഭാവമാണ് അല്ലെ. ഈ ധനം നമുക്ക് ലോകങ്ങളിലെ എല്ലാ ദിക്കുകളിലേക്കും എത്തിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളുടെ സ്വഭാവശീലം കൊണ്ട്. അല്ലെ, നമുക്കറിയാം അസുരന്മാരുടെ കൂട്ടത്തില് ഒരാള്, അല്ലെങ്കിൽ എന്താണ്, ആ ഹിരണ്യകശിപുവിന്റെ മകനായിട്ടുള്ള പ്രഹ്ലാദൻ മാത്രം ഗുരുവായൂരപ്പന്റെ ഭക്തനായപ്പോ എന്തായി? 21 തലമുറയ്ക്ക് ഉള്ള ആൾക്കാർക്ക് അല്ലെ ഫ്രീ ആയിട്ട് നെയ്വിളക്ക് ദർശനം, അല്ലെ, ഫ്രീ ആയിട്ട് മോക്ഷം. അതുപോലെ നമുക്ക് ആകാൻ സാധിക്കണം. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മാത്രം. ഒരു തീർത്ഥാടനമായാലും വേണ്ട, ഒരധ്യായം ഭാഗവതം വായിക്കുന്നത് പോലും ഒരിക്കലും നമ്മളുടെ ഇതിനായിട്ടാണെന്നുള്ളൊരു സ്വാർത്ഥത നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. അതാണ് വേണ്ടതായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ അതൊക്കെ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും അങ്ങനെയുള്ള ജ്ഞാനമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. പതിവ് പോലെ നമുക്ക് അല്ലെ ജ്വലസ്തുതി ചൊല്ലി ആ ഭഗവാനോട് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജ്വലസ്തുതി ചൊല്ലാറ്? അല്ലെ, പല തരത്തിലുള്ള അമംഗളങ്ങൾ ഇന്ന് ലോകത്ത് മുഴുവൻ, ലോകത്തിന്റെ ദുഃഖം എന്ന് പറയുന്നത് അവിടെയാണ്. എപ്പോഴേ ലോകത്തിന് ദുഃഖമാകുന്നത്? നമ്മളുടെ ഓരോ കർമ്മങ്ങളും നമ്മളുടെ ധർമ്മമായിട്ട് മാറണം. എപ്പോഴാണ് ഈ ധർമ്മമായിട്ട് മാറുന്നത്? മറ്റുള്ളവർക്ക് വേദനയാവാതെ ആയിരിക്കണം. നമ്മളുടെ ഒരു ഇമവെട്ടല് പോലും മറ്റുള്ളവർക്ക് വേദനയാവാത്ത രീതിയിൽ ആവുമ്പോഴാണ് അത് ധാർമ്മികമാകുന്നത്. അപ്പൊ നമ്മളുടെ കർമ്മം ധാർമ്മികമാണോ എന്ന് നമുക്ക് വേറൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ അതിനെ അളക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെ അളക്കാൻ സാധിക്കുക? ഞാൻ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവര് വേദനിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ധർമ്മമല്ല. നാമഞ്ജപം ആണെങ്കിൽ പോലും അല്ലെ, ചിലടത്ത് നാമഞ്ജപം എന്താണ്, മത്സരിച്ച് നാമം ജപിക്കുക. അങ്ങനെയായി. മറ്റുള്ളവർ ചൊല്ലുന്നതിനേക്കാളും ഉറക്കെ ജപിച്ച് അതിനെ മുകളിൽ കയറിക്കൊണ്ട് അങ്ങനെയൊന്നും ജപിച്ചിട്ട് എന്താ കാര്യമുണ്ടോ? അത് നാമജപം അല്ല ശരിക്കും. അതൊരിക്കലും നാമജപം, അത് മത്സരമല്ലേ ഇത്. അപ്പൊ നാമജപം എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും തൻ്റെ മനസ്സിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു മനോഭാവം എനിക്ക് ഉണ്ടാവണേ ഗുരുവായൂരപ്പാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ നാമസങ്കീർത്തനം യസ്യ. അപ്പം ആ മാത്സര്യ ബുദ്ധിയൊക്കെ എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് അങ്ങനെ ആ നാമം ജപം പോലും എന്താണ്, അത് ധർമ്മമല്ല എന്ന് കാണിക്കുകയാണ് അങ്ങനെയുള്ള നാമം ജപം. അപ്പം നമ്മൾ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചോളൂ, ഇത് ധാർമ്മികമാണോ, മറ്റുള്ളവർക്ക് വേദനയാവാത്ത രീതിയിലാവണം എന്ന് മാത്രം ചിന്തിക്കുക. ഇതാണ് നമ്മളുടെ ധർമ്മം എന്ന് പറയുന്നത്. ഭാഗവതം കാണിച്ചിരുന്ന ധർമ്മം അതാണ് കായേന വാച മനസാ ഇന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? നാരായണായേധി സമർപ്പയാമി എന്ന് പറയുന്നുണ്ട്. ആരായി നാരായണൻ? നമ്മളുടെ ഈ ശുദ്ധമായിട്ടുള്ളൊരു ബോധം. ഏത് ബോധം? ഈ എല്ലാവരെയും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരം എന്നുള്ളത് യന്ത്രമാണ്, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടുള്ള ഒരു ശക്തി എന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നിസ്സംഗമായിട്ടിരിക്കുന്ന ആ അനുഭവമാണ് ഈശ്വരാനുഭവം എന്ന് പറയുന്നത്.
നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധത്തെ നമുക്ക് അറിയാൻ സാധിക്കുക, ആ ബോധ സ്വരൂപനായിട്ടുള്ള സച്ചിദാനന്ദത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുക. അതാണ് നിഷ്കളങ്കമായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത്. ഈ ഭാവത്തോടു കൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കുക. അപ്പം അങ്ങനെ ഉള്ള ഒരു ഭാവത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതൊക്കെ. നമുക്കും ആ ലോകത്തിന്റെ ദുഃഖങ്ങൾ, പലതരത്തിലുള്ള ദമ്പതികള്, അല്ലെ, ഭാര്യാഭർത്താക്കന്മാർക്ക് ഉണ്ടാവുന്ന ദുഃഖങ്ങള്, പിന്നെയോ അച്ഛനമ്മമാർക്ക് മക്കളിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള ഭക്തി ബഹുമാനങ്ങള്, മക്കൾക്ക് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള വാത്സല്യം, ഗുരുശിഷ്യന്മാർക്ക് ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള സ്നിഗ്ധത അല്ലെങ്കിൽ സ്നേഹം പോരാ, ആ ശിഷ്യന്മാർക്ക് ഗുരുനാഥനാട് ഉള്ള ആ ഭക്തി ബഹുമാനങ്ങള്, ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങള്, അല്ലെ, പലതരത്തിൽ അവിടെ അനുഭവിക്കുന്നു. മാറാരോഗങ്ങളായിട്ടും, പിന്നെയോ ജനിച്ചപ്പോൾ തന്നെ അവയവങ്ങളൊന്നും ഇല്ലാതെ വരിക, അല്ലെ, ആലോചിച്ച് നോക്കൂ. ഇനി അത് തന്നെയല്ല, ജനിച്ചു കഴിഞ്ഞിട്ട് അനുഭവിച്ച അവയവങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് കണ്ണടച്ചാൽ തന്നെ നമുക്ക് പേടിയാവുകയാണ്, അല്ലേ? നമ്മൾ രണ്ട് കണ്ണും അടച്ചൊന്ന് കുറച്ചു നേരത്തെ ഇരിക്കാവോ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയാണ്. അപ്പൊ കിട്ടിയ കണ്ണ് നഷ്ടപ്പെട്ടവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ചെവി കേൾക്കാൻ വയ്യാത്തവര്, വേണ്ട, നമ്മൾ വയസ്സാകുമ്പം മുത്തശ്ശന്മാരെ കുറിച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മളൊക്കെ ആ ഒരു ഗതിയിലേക്ക് എത്തുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോടും സംസാരിക്കാനില്ലാത്തൊരവസ്ഥ. അപ്പം ഈ ഈശ്വര കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രം ആസ്വദിക്കാൻ സാധിക്കും, അല്ലെ? നമുക്ക് വയസ്സായി കഴിഞ്ഞാല് നമുക്ക് എന്നും നമ്മുടെ കൂടെയുള്ള ആരാണ്? ഈ ജഗതേക ബന്ധുന എന്ന് പറയില്ലേ? ഈ ഏകബന്ധുവായിട്ടുള്ള കണ്ണനെ കുറിച്ച് നമുക്ക് ഒരിക്കലെങ്കിലും നമസ്കരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ആനന്ദം നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വയസ്സായാൽ ആരുമില്ല നമ്മുടെ കൂടെ. അത് ആരുടെയും കുറ്റമല്ല. അത് അവരുടെ സമപ്രായമായിട്ടുള്ളവരോട് സംസാരിക്കുന്ന രീതിയില്ല. മക്കളെ ജോലിയായിട്ട് അങ്ങനെ പോകും, മക്കളുടെ മക്കള് അവരുടേതായിട്ടുള്ള ജോലിയായിട്ട് അവരങ്ങ് പോകും. പിന്നെ നമ്മളോട് സംസാരിക്കുന്നില്ല. അപ്പം അവരുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഏറ്റവും വലിയ ദുഃഖം ഈ ലോകത്തെ. ആ ദുഃഖമാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് കേരളത്തിൽ എത്രയോ വൃദ്ധസദനങ്ങൾ വന്ന് പെരുകി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതൊക്കെ നമ്മളൊന്ന് കണ്ണു ഓടിക്കണം ദിവസവും രാവിലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഈ ഞാൻ അനുഭവിക്കുന്ന ഐശ്വര്യത്തിലല്ല സന്തോഷം, പിന്നെന്താണ്? ഇങ്ങനെയുള്ളവര് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ദുഃഖത്തിൽ നമ്മൾക്കും ഒന്ന് പങ്കുചേർന്ന് അവരുടെ ദുഃഖത്തിനൊരു ശാന്തിയോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഭഗവാന്റെ പാദങ്ങൾ നമസ്കരിക്കാൻ സാധിക്കുമോ? അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തില്, ഒരേ സ്വരത്തില് ഈ ലോകത്തെ എല്ലാവർക്കും സുഖം വരണേ ഗുരുവായൂരപ്പ, സുഖം വരണേ, ആർക്കും വേദന ഉണ്ടാവരുതേ, രോഗങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം.